എൻ്റെ എല്ലാ ദിവസത്തെയും മോർണിംഗ് റൊട്ടീൻ അതാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പ് കാണിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. ഒരു ഗ്ലാസ് പച്ചവെള്ളം, അതല്ലെങ്കിൽ തലേ ദിവസം തണുപ്പിച്ചാറിയ വെള്ളം ഉണ്ടാകും. അത് ഒരു ഗ്ലാസ്, വലിയ ഗ്ലാസ് നിറച്ച് വെള്ളം കുടിക്കും. അത് സത്യം പറഞ്ഞാൽ എനിക്ക് തലേ ദിവസത്തെ ഡീഹൈഡ്രേഷനൊക്കെ മാറുന്നതിന് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് തൊട്ട് പുറകെ ചെയ്യുന്നത് ജിമ്മിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ്. പ്രീ വർക്കൗട്ടായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ കാപ്പിപ്പൊടിയാണ്. ആ കാപ്പിപ്പൊടി 2 ടീസ്പൂൺ കാപ്പിപ്പൊടി എടുക്കും, വെള്ളത്തിൽ കലക്കും, മിക്സ് ചെയ്യും, കുടിക്കും. അതാണ് എൻ്റെ പ്രീ വർക്കൗട്ട്. സാധാരണ വേറെ ഒന്നും എടുക്കാറില്ല. പിന്നെ ചിലപ്പോൾ ഡേറ്റ്സും നട്ട്സും ഒക്കെ പ്രീ വർക്കൗട്ടായിട്ട് എടുക്കാറുണ്ട്. അത് നല്ലപോലെ ഗ്ലാസ്സിൽ കലക്കി അങ്ങ് കുടിക്കുകയാണ് ചെയ്യുന്നത്. നല്ല എഫക്റ്റീവാണ്. നല്ല ഒരു ക്ഷീണവും ഇല്ലാതെ നല്ലപോലെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ കാപ്പി കുടിക്കുന്ന പോലെയാണ്. കാപ്പി ഉണ്ടാക്കാനുള്ള സമയം കളയണ്ട, നേരെ പച്ചവെള്ളത്തിൽ കലക്കിയും കുടിച്ചാൽ മതി. അത് കഴിഞ്ഞ് നേരെ ജിമ്മിൽ പോകുന്നു, വാമപ്പ് ചെയ്യുന്നു. വാമപ്പ് ചെയ്തതിന് ശേഷം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇന്ന് ഞാൻ ചെയ്യുന്നത് ലെഗാണ്. അപ്പോൾ ലെഗ് പ്രസ് ചെയ്തു, അതിൻ്റെ വീഡിയോ എടുത്തില്ല. അത് കഴിഞ്ഞ് ചെയ്യുന്നത് ലെഗ് എക്സ്റ്റൻഷനാണ്. നല്ല ലെഗ് ഡേ പൊതുവേ എല്ലാവർക്കും ഭയങ്കര പാടാണെങ്കിൽ ലെഗ് ഡേ എനിക്ക് ആക്ച്വലി ഇഷ്ടമുള്ളൊരു ദിവസമാണ് ലെഗ് ഡേ എന്ന് പറയുന്നത്. അതുകൊണ്ട് ലെഗ് ഞാൻ നല്ലപോലെ ചെയ്യാറുണ്ട്. മിക്കവാറും തിങ്കളാഴ്ച തന്നെ ലെഗ് ഡേ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. എല്ലാവരും ചെസ്റ്റ് അടിക്കുമ്പോൾ ഞാൻ ലെഗ് സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് തിരക്കും ഇല്ലാതെ അടിക്കുകയും ചെയ്യാം, ലെഗ് നല്ലപോലെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ലെഗ് എക്സ്റ്റൻഷൻ നല്ലപോലെ ചെയ്യും. അധികം ഭാരമില്ല, ഒത്തിരി വെയിറ്റ് എടുത്ത് അടിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. പൊതുവെ കുറച്ച് വെയിറ്റ് കൂടുതൽ റെപ്പ് അടിക്കുകയാണ് പൊതുവെ ചെയ്യാറ്. ലെഗ് എക്സ്റ്റൻഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ലെഗുകൾ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതും ഇതുപോലെ തന്നെ അധികം വെയിറ്റ് എടുത്തല്ല ചെയ്യുന്നത്. കുറച്ച് വെയിറ്റ് എടുക്കും, അത് കൂടുതൽ റെപ്പ് അടിക്കും. പൊതുവെ ആ ഒരു മെത്തേഡാണ് ഞാൻ ഫോളോ ചെയ്യാറ്. എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ടാകാറുമുണ്ട് അതിനകത്ത്. അപ്പോൾ അത് നല്ലപോലെ ചെയ്യും, സ്ലോവിൽ ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ഫുള്ളായിട്ട് വീഡിയോ കാണിക്കുന്നില്ല, ജസ്റ്റ് ഇതിനകത്ത് കട്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഫുള്ള് കാണിക്കാമെന്നാൽ നമ്മൾ 15-20 റെപ്പൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഫെയിലിയറിലോട്ട് വരുന്നത്. അപ്പോൾ അതുവരെ കാണിക്കുന്നില്ല, അതിന് മുമ്പ് കട്ട് ചെയ്ത് ഇടുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിനകത്ത്. അപ്പോൾ അങ്ങനെ കേളും നല്ലപോലെ ചെയ്യും. നമ്മുടെ ജിം അടിപൊളി ജിമ്മാണ്. അത്യാവശ്യം നല്ല രാവിലെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഞാനൊരു കുറച്ച് ലേറ്റായിട്ടാണ് പോകാറ് ജിമ്മിൽ. കാരണം തിരക്ക് ഒഴിവാക്കാം. എന്നാലും ഒരു 7 കഴിയുമ്പോൾ എത്തും. ആ ഒരു സമയത്ത് വലിയ തിരക്കുണ്ടാവില്ല. അത് രാവിലെ 6 മണിക്കൊക്കെ ആണെങ്കിൽ നല്ല തിരക്കാണ്. നമുക്ക് ഒന്നും നേരെ അടിക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് നല്ല ഇതിനിടയ്ക്കൊരു റെസ്റ്റ് ടൈമൊന്നും നല്ലപോലെ റെസ്റ്റ് എടുക്കാറുണ്ട്. ഒരു 2-3 മിനിറ്റ്സൊക്കെ റെസ്റ്റ് എടുത്തിട്ടാണ് ഒരു വർക്കൗട്ട് കഴിഞ്ഞ് അടുത്തതിലോട്ട് പോകാറ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളാണ്ട് അടുത്ത നമ്മുടെ കാഫിനടിക്കാൻ പോവാണ്. കാഫ് സത്യം പറഞ്ഞാൽ ജിമ്മിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ വെയിറ്റ് ഇടാതെ തന്നെ കാഫിനൊക്കെ ഇവിടുത്തെ കാലുകൊണ്ട് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പോലെ ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് കാഫ് അത്യാവശ്യം നേരത്തെ തൊട്ടേ ഉണ്ട്. ഇപ്പോൾ അതുകൊണ്ട് ഇവിടെ കുറച്ച് കാഫിന് വലിയ കാര്യമായിട്ട് അടിക്കാറില്ല. കാരണം അത്യാവശ്യം കാഫ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിറ്റ് ഇട്ട് ചെറിയ രീതിയിൽ കാഫിന് കളിക്കാറേ ഉള്ളൂ. കാഫ് നല്ലപോലെ ചെയ്യുന്നത് സത്യം കാഫ് എനിക്കിഷ്ടമാണ്. കാഫും ഈ പറഞ്ഞ പോലെ നല്ലപോലെ വരുന്നതും ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അപ്പോൾ കാഫും പതുക്കെ അടിക്കും, കാഫും നോക്കി പതുക്കെ സ്ലോയിൽ അടിക്കുന്നുണ്ട്. ഈ സമയത്ത് ജിമ്മിലൊന്നും ആരും കാണില്ല, 1-2 പേരെ മാത്രമേ കാണുള്ളൂ ഈ ഒരു സമയത്ത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സമാധാനത്തിൽ അടിച്ച് തീർത്ത് എഴുന്നേറ്റ് പോകാൻ പറ്റും, റിലാക്സ് ചെയ്തടിക്കാം. മറ്റാണെങ്കിൽ ധൃതി, രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ധൃതി വെച്ച് എഴുന്നേറ്റ് പോകണം. ഇതിപ്പോൾ ആ പ്രശ്നമൊന്നുമില്ല. പതുക്കെ റിലാക്സ് ചെയ്ത് ഓരോന്ന് അടിച്ച് പതുക്കെ റിലാക്സ് ചെയ്ത് പോയാൽ മതിയാവും. അപ്പോൾ കാഫിന് പറഞ്ഞ പോലെ നമ്മൾ ലൈറ്റ് വെയിറ്റ് എടുത്ത് ഒരു 3 സെറ്റ് അടിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം അതുപോലെ തന്നെ, എല്ലാവരും 3 സെറ്റാണ് നമ്മൾ അടിക്കുന്നത്. 3 സെറ്റും ടു ഫെയിലിയർ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നല്ല റിസൾട്ട് പൊതുവെ എപ്പോഴും കാണാറുണ്ട്. അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് അതിൻ്റെ കൂടെ ബാക്കി വർക്കൗട്ടും കൂടി ചെയ്ത് റെസ്റ്റ് എടുക്കും. ഈ റെസ്റ്റൊക്കെ എടുക്കുന്നതിനിടയ്ക്ക് ഞാൻ എപ്പോഴും മറന്നു പോകാതെ കൃത്യമായിട്ട് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ കൃത്യമായിട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വർക്കൗട്ടിന് ശേഷം ഞാൻ കൃത്യമായിട്ട് അവിടെ പോകുന്നു, ഒരു ശകലം വെള്ളം, കുറച്ച് വെള്ളം, 2 കോടി വെള്ളം കുടിക്കും. അതിനുശേഷം പതുക്കെ വന്ന് റിലാക്സ് ചെയ്തതിന് ശേഷമാണ് അടുത്ത വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് അധികം മസിലിന് പ്രോബ്ലം ഒന്നും ഉണ്ടാകില്ല, അതുപോലെ വലിയ ക്ഷീണമൊന്നും ഉണ്ടാകില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാനും പറ്റും. അപ്പോൾ കൃത്യമായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും.
അപ്പോൾ അങ്ങനെ വർക്കൗട്ടിനിടയ്ക്ക് അതുമൊക്കെ കഴിഞ്ഞ് പതുക്കെ വന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് കുറച്ച് നേരം ഫാനിൻ്റെ ചുവട്ടിലിരുന്ന് ഒന്ന് കൂളായി ഹാർട്ടൊക്കെ ഒരു നോർമൽ സ്റ്റേറ്റിലേക്ക് എത്തിയതിന് ശേഷം മാത്രമേ ഞാൻ അടുത്ത വർക്കൗട്ട് ചെയ്യാൻ പോകാറുള്ളൂ. പൊതുവേ ആ ഒരു മെത്തേഡാണ് എപ്പോഴും ഫോളോ ചെയ്യാറ്. അപ്പം ഇന്ന് അത്യാവശ്യം എല്ലാം കഴിഞ്ഞു. എൻ്റെ കൂടെ 2 വർക്കൗട്ട് കൂടി ചെയ്തു, അത് കാണിച്ചില്ല. എന്നിട്ട് അതുപോലെ ഇറങ്ങുന്ന വെയിറ്റ് നോക്കി. വെയിറ്റ് അറൗണ്ട് 80-81 ആണ് എപ്പോഴും ഉണ്ടാകാറ്. അപ്പോൾ അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്.